സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസ് 11ലെ എക്കണോമിക്സിലെ വളരെ പ്രധാനപ്പെട്ടതും അതേസമയം ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കേട്ടോ. ഡിമാൻഡ് സ്കെഡ്യൂൾ, ഡിമാൻഡ് കർവ്, പിന്നെ അതിന്റെ മൂവ്മെന്റും ഷിഫ്റ്റും. പരീക്ഷയ്ക്ക് എപ്പോഴും ഷുവറായിട്ട് കാണപ്പെടുന്ന ചോദ്യങ്ങളാണ് ഈ ഭാഗത്തുനിന്ന് വരിക. അതുകൊണ്ട് തന്നെ ഒട്ടും സമയം കളയാതെ നമുക്ക് നമ്മളുടെ ക്ലാസ്സിലോട്ട് കിടക്കാം. ഡിമാൻഡ് സ്കെഡ്യൂൾ. ആദ്യം തന്നെ എന്താണ് ഈ ഡിമാൻഡ് സ്കെഡ്യൂൾ എന്ന് നോക്കാം. സിമ്പിളായി പറഞ്ഞാൽ ഒരു സാധനത്തിന്റെ പ്രൈസ് മാറുമ്പോൾ നമ്മൾ എത്രമാത്രം വാങ്ങും, എത്ര ക്വാണ്ടിറ്റി വാങ്ങും എന്ന് കാണിക്കുന്ന ഒരു ടേബിൾ അല്ലെങ്കിൽ ഒരു ചാർട്ടാണ് ഡിമാൻഡ് സ്കെഡ്യൂൾ. In simple terms, it is a table or a chart of numbers showing how much of an item someone will buy when the price changes. ഈ സ്ക്രീനിലെ ടേബിളിലേക്ക് ഒന്ന് നോക്കിക്കേ. ഒരു പെന്നിന് 10 rupees ഉള്ളപ്പോൾ ആളുകൾ 40 എണ്ണം വാങ്ങാൻ തയ്യാറാവുന്നുണ്ട്. ഇനി ആ പെണ്ണിന്റെ വില 20 rupees ആയി കൂടിയാലോ? ഡിമാൻഡ് കുറഞ്ഞു, ഇപ്പൊ ആളുകൾ 30 എണ്ണം മാത്രമേ മേടിക്കാൻ റെഡി ആവുന്നുള്ളൂ. ഇനി വീണ്ടും വില കൂടി 30 രൂപയായി കഴിയുമ്പോൾ പിന്നെയും ഡിമാൻഡ് കുറയുന്നു, 20 എണ്ണം മാത്രമേ ആളുകൾ ഇപ്പോൾ മേടിക്കുന്നുള്ളൂ. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? ഒരു സാധനത്തിന്റെ പ്രൈസ് കൂടുമ്പോൾ അതിന്റെ ഡിമാൻഡ് കുറയും, പ്രൈസ് കുറയുമ്പോൾ അതിന്റെ ഡിമാൻഡ് കൂടും. ഇതിനെയാണ് നമ്മൾ ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇൻഡിവിജ്വൽ ഡിമാൻഡ് വേഴ്സസ് മാർക്കറ്റ് ഡിമാൻഡ്. ഇനി നമ്മൾ അടുത്തതായി പഠിക്കാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ഡിമാൻഡും മാർക്കറ്റ് ഡിമാൻഡുമാണ്. എന്താണ് ഇൻഡിവിജ്വൽ ഡിമാൻഡ്? ഒരു പ്രത്യേക സമയത്ത് ഒരു സിംഗിൾ കൺസ്യൂമർ അഥവാ ഒറ്റൊരു വ്യക്തി മാത്രം ഒരു സാധനം എത്രത്തോളം വാങ്ങാൻ അഥവാ എത്ര ക്വാണ്ടിറ്റി മേടിക്കാൻ തയ്യാറാകുന്നു എന്നതാണ് ഇൻഡിവിജ്വൽ ഡിമാൻഡ് പറയുന്നത്. ഇൻഡിവിജ്വൽ ഡിമാൻഡ്, this is a quantity of goods that a single consumer is willing and able to buy at various price points during a specific period of time. എന്നാൽ മാർക്കറ്റ് ഡിമാൻഡോ? മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ആ മാർക്കറ്റിലെ എല്ലാ കൺസ്യൂമേഴ്സും കൂടി ആകെ വാങ്ങാൻ തയ്യാറാകുന്ന മൊത്തം ക്വാണ്ടിറ്റിനെയാണ് നമ്മൾ മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അതായത് മാർക്കറ്റിലെ എല്ലാ കൺസ്യൂമേഴ്സിന്റെയും ഇൻഡിവിജ്വൽ ഡിമാൻഡുകൾ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റ് ഡിമാൻഡ് കണ്ടെത്താൻ പറ്റും. മാർക്കറ്റ് ഡിമാൻഡ്, this is the total quantity of goods that all consumers in the market are willing and able to buy at various price points. ഈ ടേബിളിലേക്ക് നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് ഇൻഡിവിജ്വൽ ഡിമാൻഡും മാർക്കറ്റ് ഡിമാൻഡും മനസ്സിലാക്കാം കേട്ടോ. സപ്പോസ് മാർക്കറ്റിൽ ബയർ എയും ബയർ ബി എന്നിങ്ങനെ 2 പേര് മാത്രമാണെന്ന് വിചാരിക്കുക. ഈ പെണ്ണിന്റെ വില 50 രൂപയുള്ളപ്പോൾ ബയർ എ 1 യൂണിറ്റ് മാത്രമാണ് മേടിക്കുന്നത്, ബയർ ബിയോ 0, ഒന്നും മേടിക്കുന്നില്ല. അപ്പോൾ മാർക്കറ്റിലെ മൊത്തം ഡിമാൻഡ് എത്രയാണ്? എന്റെ ഡിമാൻഡ് 1 പ്ലസ് ബിന്റെ ഡിമാൻഡ് 0 is equal to 1 യൂണിറ്റ്. ഇനി നെക്സ്റ്റ് വില 40 രൂപയായി കുറഞ്ഞു കഴിഞ്ഞാൽ ബയർ എ 2 യൂണിറ്റും ബയർ ബി 1 യൂണിറ്റും വാങ്ങുന്നു. ഇപ്പോൾ മാർക്കറ്റിലുള്ള ഡിമാൻഡ് കൂടും. 2 പ്ലസ് 1 is equal to 3 യൂണിറ്റ് ആയി. ഇനി വില വീണ്ടും 30 രൂപയായി കുറഞ്ഞു കഴിഞ്ഞാൽ ബയർ എ 3 യൂണിറ്റും ബയർ ബി 2 യൂണിറ്റും വാങ്ങുന്നു. അപ്പോൾ ടോട്ടൽ മാർക്കറ്റ് ഡിമാൻഡ് 3 plus 2 5 യൂണിറ്റ്. ഒടുവിൽ വില കുറഞ്ഞ് 20 രൂപയായി കഴിഞ്ഞാൽ ബയർ എ 4ഉം ബയർ ബി 3ഉം വാങ്ങി മാർക്കറ്റ് ഡിമാൻഡ് മൊത്തം 4 plus 3 is equal to 7 യൂണിറ്റ് ആകുന്നു. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ഓരോ ഇൻഡിവിജ്വൽ കസ്റ്റമേഴ്സിന്റെയും ഡിമാൻഡ് കൂട്ടി പോയാൽ നമുക്ക് മാർക്കറ്റ് ഡിമാൻഡ് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. ഡിമാൻഡ് കർവ്. ഡിമാൻഡ് കർവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പഠിച്ച ഡിമാൻഡ് സ്കെഡ്യൂളിന്റെ ഗ്രാഫിക്കൽ റിപ്രസെന്റേഷനെയാണ് നമ്മൾ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്രൈസും ക്വാണ്ടിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് ഒരു ഗ്രാഫിക്കൽ രൂപത്തിൽ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഡിമാൻഡ് കർവ് എന്ന് പറയും. ദ ഗ്രാഫിക്കൽ റിപ്രസെന്റേഷൻ ഓഫ് എ ഡിമാൻഡ് സ്കെഡ്യൂൾ ഇസ് കോൾഡ് ഡിമാൻഡ് കർവ്. നമുക്കറിയാം വിലയും ഡിമാൻഡും തമ്മിൽ ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണുള്ളത്. അതായത് വില കൂടുമ്പോൾ ഡിമാൻഡ് കുറയും, വില കുറയുമ്പോൾ ഡിമാൻഡ് കൂടും. ഈ ഒരു റിലേഷൻഷിപ്പ് കാരണം ഡിമാൻഡ് കർവ് എപ്പോഴും ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ഇത് അധികവും ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്തുകൊണ്ടാണ് ഡിമാൻഡ് കർവ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് എന്ന്. അപ്പൊ നിങ്ങൾക്ക് എഴുതാൻ പറ്റും പ്രൈസും ഡിമാൻഡും തമ്മിലുള്ള ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് കാരണമാണ് ഡിമാൻഡ് കർവ് ഡൗൺവേർഡിലോട്ട് സ്ലോപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇനി പരീക്ഷയ്ക്ക് ഒരു ഡിമാൻഡ് ഷെഡ്യൂൾ തന്നിട്ട് ഡിമാൻഡ് കർവ് വരയ്ക്കാൻ ചോദിച്ചാൽ അപ്പൊ ഈ സൈഡിൽ കാണിച്ചിട്ടുള്ള ഈ ടേബിളിനനുസരിച്ച് നമുക്ക് ഒരു ഗ്രാഫ് വരയ്ക്കാൻ പറ്റും. അപ്പൊ ആദ്യം നമ്മൾ എക്സ് ആക്സിസും വൈ ആക്സിസും വരക്കണം. അപ്പൊ വൈ ആക്സിസ് ആണ് മേലെ വരിക, എക്സ് ആക്സിസ് താഴെ വരും. പിന്നെ വൈ ആക്സിസിന്റെ അവിടെ പ്രൈസ് കൊടുക്കണം, എക്സ് ആക്സിസിന്റെ അവിടെ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് മെൻഷൻ ചെയ്യണം. പിന്നെ വൈ ആക്സിസിൽ നമ്മൾ പ്രൈസ് ഓരോന്ന് കൊടുക്കണം, 10 rupees, 20 rupees, 30 rupees. പിന്നെ എക്സ് ആക്സിസിൽ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് കാണിക്കണം. അപ്പൊ 10, 20, 30, 40 എന്നിങ്ങനെ ഈ ഡിമാൻഡ് ഷെഡ്യൂൾ അനുസരിച്ച് നമുക്ക് കാണിക്കാൻ പറ്റും.
പ്രൈസ് 10 ആവുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് എത്രയാണ്? 40 ആണ്. പിന്നെ പ്രൈസ് കൂടി 20 ആകുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് 30 ആകുന്നു. പിന്നെ പ്രൈസ് കൂടി 30 ആകുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറഞ്ഞ് 20 ആവുന്നു. അപ്പൊ നമ്മൾ ഇങ്ങനെ വരച്ചു വരുമ്പോൾ ഈ ഒരു രൂപം കിട്ടും. ഇനിയാണ് നമ്മൾ ഡിമാൻഡ് കർവ് എവിടെയാണ് വരുന്നതെന്ന് മാർക്ക് ചെയ്യാം. അപ്പൊ ഡിമാൻഡ് കർവ് ഇങ്ങനെയാണ്, സ്ലോപ്പിംഗ് ഡൗൺവേർഡ് ആയിട്ട് സ്ലോപ്പ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പൊ ഇതിനെ നമുക്ക് DD എന്നുള്ള പേര് കൊടുക്കാം. ഡിമാൻഡ് കർവിന് DD എന്നുള്ള നെയിം കൊടുക്കാം. ഈ ഡിമാൻഡ് കർവ് അഥവാ DD ഇത് എപ്പോഴും മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന ഒരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും. കാരണം വിലയും ഡിമാൻഡും തമ്മിലുള്ള ഇൻവേഴ്സ് റിലേഷൻ കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പൊ ഇങ്ങനെയാണ് ഒരു ഡിമാൻഡ് ഷെഡ്യൂൾ തന്നിട്ട് ഡിമാൻഡ് കർവ് വരക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത്. ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ്. അപ്പോ ഈ വില മാത്രമാണോ ഡിമാൻഡിനെ മാറ്റുന്നത് എന്ന് ചോദിച്ചാൽ അല്ല. ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന വേറെ ചില പ്രധാന ഘടകങ്ങളുണ്ട്. അതിനെയാണ് നമ്മൾ ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇതിന് 4 കാര്യങ്ങളാണുള്ളത്. ഫസ്റ്റ് വണ് പ്രൈസ് ഓഫ് ദി കൊമോഡിറ്റി അഥവാ നമ്മൾ മേടിക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു സാധനത്തിന്റെ വില. പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ് അതുമായി ബന്ധപ്പെട്ട് മറ്റ് സാധനങ്ങളുടെ വില. റിലേറ്റഡ് ഗുഡ്സിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സും കോംപ്ലിമെന്ററി ഗുഡ്സും ഉണ്ട്. ഇതിനെ കുറിച്ച് നമുക്ക് വേറൊരു വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് തേർഡ് വണ് ടേസ്റ്റ് ഓഫ് കൺസ്യൂമേഴ്സ്, നമ്മുടെ കൺസ്യൂമേഴ്സിന്റെ താല്പര്യങ്ങൾ. ഫോർത്ത് വൺ ഇൻകം ഓഫ് ദി കൺസ്യൂമേഴ്സ്, നമ്മുടെ കയ്യിലുള്ള വരുമാനം. അപ്പൊ ഈ 4 ഡിറ്റർമിനൻസും ഡിമാൻഡിനെ മാറ്റാൻ കഴിവുള്ള കാര്യങ്ങളാണ്. മൂവ്മെന്റ് അലോങ് ദി ഡിമാൻഡ് കർവ്. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ ഏറ്റവും കൺഫ്യൂസിംഗ് ആയ എന്നാൽ കൃത്യമായിട്ട് ശ്രദ്ധിച്ചാൽ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഭാഗത്തേക്ക് വരാം. മൂവ്മെന്റ് അലോങ് ദി ഡിമാൻഡ് കർവ്. ഇവിടെ നമ്മൾ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം. മറ്റ് ഘടകങ്ങൾ ലൈക്ക് ഇൻകം, അതുപോലെ ടേസ്റ്റ്, പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ് ഇതൊന്നും മാറുന്നില്ല. ആ സാധനത്തിന്റെ വില മാത്രം, അതായത് പ്രൈസ് ഓഫ് ദി കൊമോഡിറ്റി മാത്രം മാറുമ്പോൾ ഡിമാൻഡിൽ ഉണ്ടാകുന്ന മാറ്റമാണ് നമ്മൾ പഠിക്കുന്നത്. ഇതൊരു ഡിമാൻഡ് കർവിലൂടെ തന്നെ സംഭവിക്കുന്നതാണ്. അതുകൊണ്ടാണ് മൂവ്മെന്റ് അലോങ് ദി ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൂവ്മെന്റ് അലോങ് ദി ഡിമാൻഡ് കർവ് is caused strictly by a change in its own price, assuming all other factors like income, taste and price of the related goods remain constant. ഇതിനെയാണ് ceteris paribus എന്ന് പറയുന്നത്. അപ്പൊ മൂവ്മെന്റ് അലോങ് ദി ഡിമാൻഡ് കർവ് നോക്കുമ്പോൾ 2 തരത്തിൽ മാറ്റങ്ങൾ വരാം. ഫസ്റ്റ് വൺ എക്സ്റ്റൻഷൻ ഓഫ് ദി ഡിമാൻഡും രണ്ടാമത്തത് കോൺട്രാക്ഷൻ ഓഫ് ദി ഡിമാൻഡും. എക്സ്റ്റൻഷനെ എക്സ്പാൻഷൻ എന്നും പറയാറുണ്ട് കേട്ടോ. അപ്പൊ എക്സ്പാൻഷൻ ഓഫ് ദി ഡിമാൻഡ് പ്രൈസ് കുറയുമ്പോൾ ക്വാണ്ടിറ്റിയിൽ കാണിക്കുന്ന ഡിഫറൻസ് ആണ് കേട്ടോ. കോൺട്രാക്ഷൻ ഓഫ് ദി ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ പ്രൈസ് കൂടുമ്പോൾ ക്വാണ്ടിറ്റിയിൽ വരുന്ന മാറ്റത്തിനെയാണ്. ആദ്യത്തേത് എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ്. ഒരു സാധനത്തിന്റെ വില കുറയുമ്പോൾ ഡിമാൻഡ് കൂടുന്നു. ഇതിനെയാണ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. When the price of a good decreases, the quantity demanded increases. ഇനി എങ്ങനെയാണ് എക്സ്പാൻഷൻ ഒരു ഗ്രാഫിൽ റിപ്രസെന്റ് ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് നമുക്ക് y ആക്സിസും x ആക്സിസും, y ആക്സിസിൽ പ്രൈസ് കൊടുക്കാം, x ആക്സിസിൽ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് കൊടുക്കാം. അപ്പൊ പ്രൈസ് P ആവുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് Q ആവുമ്പോൾ PQ. അത്രയാണ്. പ്രൈസ് ഒരു P എന്നുള്ള ലെവലിൽ നിൽക്കുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് Q ആയിട്ട് നിൽക്കുന്നു. ഈ പ്രൈസ് P എന്നുള്ള പോയിന്റിൽ നിന്ന് P1 കുറഞ്ഞു കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് Q1 കൂടും. അതായത് പ്രൈസ് കുറയുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് കൂടും. അപ്പൊ എന്താ സംഭവിക്കുക? നമ്മുടെ ഡിമാൻഡ് കർവ് ഡൗൺവേർഡ് സ്ലോപ്പ് ചെയ്യുന്ന ഒരു DD കർവായി മാറും. ഈ കർവിലെ A എന്ന പോയിന്റിൽ നിന്ന് B എന്ന പോയിന്റിലോട്ട് താഴേക്കാണ് നമ്മളുടെ ഡിമാൻഡ് നീങ്ങുന്നത്. അപ്പൊ നിങ്ങൾ ഓർത്തു വെക്കേണ്ടത്, വില കുറയുമ്പോൾ ഡിമാൻഡ് A എന്ന പോയിന്റിൽ നിന്ന് താഴേക്ക് B എന്ന പോയിന്റിലേക്കാണ് എക്സ്പാൻഡ് ചെയ്യുന്നത്. ദ മൂവ്മെന്റ് ദിസ് കോസസ് എ ഡൗൺവേർഡ് മൂവ്മെന്റ് along the demand curve. കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് ഇത് എക്സ്പാൻഷന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് അതായത് സാധനത്തിന്റെ വില കൂടുമ്പോൾ ഡിമാൻഡ് കുറയുന്നു. When the price of the goods increases, the quantity demanded decreases. ഇത് നമുക്ക് ഗ്രാഫിൽ എങ്ങനെയാണ് റിപ്രസെന്റ് ചെയ്യാൻ നോക്കാം. എക്സ് ആക്സിസും വൈ ആക്സിസും കൊടുക്കാം. വൈ ആക്സിസിൽ പ്രൈസ് രേഖപ്പെടുത്തുക, എക്സ് ആക്സിസിൽ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് രേഖപ്പെടുത്തുക. പ്രൈസ് P ആവുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് Q ആണ്. ഇനി പ്രൈസ് Pയിൽ നിന്ന് P1 കൂടിക്കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് Qൽ നിന്ന് Q1 കുറയാണ് ചെയ്യുന്നത് കേട്ടോ. പ്രൈസ് കൂടുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് കുറയാണ്. നമ്മളുടെ DD ഡിമാൻഡ് കർവ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. ഇവിടെ B എന്ന പോയിന്റിൽ നിന്ന് A എന്ന പോയിന്റിലോട്ട് ഡിമാൻഡ് കർവ് അപ്വേർഡ് മൂവ്മെന്റ് ആണ് കാണിക്കുന്നത്. വില കൂടുമ്പോൾ ഡിമാൻഡ് മുകളിലോട്ടാണ് ചുരുങ്ങുന്നത് അല്ലെങ്കിൽ കോൺട്രാക്ഷൻ സംഭവിക്കുന്നത് എന്ന് ഓർത്തു വെക്കാം.
അപ്പൊ ഇത്രയേ ഉള്ളൂ മൂവ്മെന്റ് അലോങ് ദി ഡിമാൻഡ് കർവ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് കർവ്. ഇവിടെ ഒരു പ്രധാന കാര്യമുണ്ട്. ഇവിടെ വിലയല്ല കേട്ടോ മാറുന്നത്, പ്രൈസ് റിമെയിൻസ് കോൺസ്റ്റന്റ്. പക്ഷെ നമ്മൾ നേരത്തെ പഠിച്ച മറ്റ് ഘടകങ്ങൾ, അതായത് ഇൻകം ഓഫ് ദി കൺസ്യൂമർ, ടേസ്റ്റ് ഓഫ് ദി കൺസ്യൂമർ, പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്, അപ്പൊ ഇങ്ങനെ ബാക്കിയുള്ള ഫാക്ടേഴ്സ് മാറുമ്പോൾ നമ്മുടെ ഡിമാൻഡ് കർവ് അതിന്റെ സ്ഥാനത്തിൽ നിന്ന് വേറെ പൂർണ്ണമായും പുതിയൊരു സ്ഥാനത്തേക്ക് മാറിപ്പോകുന്നു. എക്കണോമിക്സിൽ ഇതിനെ നമ്മൾ ചേഞ്ച് ഇൻ ഡിമാൻഡ് എന്നാണ് വിളിക്കാറ്. ഓക്കെ, when external factors like consumers income, taste or the season alter how much people want to buy, the entire demand curve physically move to new position. Economics call this change in demand. Shift in demand curve. ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് കർവ് രണ്ട് രീതിയിലാണ് സംഭവിക്കുന്നത്. അതിൽ ഒന്ന് റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ആണ്, മറ്റേത് ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ് ആണ്. അപ്പൊ എന്താണ് ഈ റൈറ്റ് വേർഡ് ഷിഫ്റ്റ്, എന്താണ് ഈ ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ഓർ ഇൻക്രീസ് ഇൻ ഡിമാൻഡ്. ഇതിൽ ആദ്യത്തേതാണ് റൈറ്റ് വേർഡ് ഷിഫ്റ്റ് അല്ലെങ്കിൽ ഇൻക്രീസ് ഇൻ ഡിമാൻഡ്. സിമ്പിൾ ആയി പറഞ്ഞാൽ മാർക്കറ്റിൽ പ്രൈസിന് ഒരു മാറ്റം വരാതെ തന്നെ ആളുകൾ ഒരു സാധനം കൂടുതൽ വാങ്ങാൻ തയ്യാറാകുമ്പോൾ അതിനെയാണ് നമ്മൾ റൈറ്റ് വേർഡ് ഷിഫ്റ്റ് അല്ലെങ്കിൽ ഇൻക്രീസ് ഇൻ ഡിമാൻഡ് എന്ന് പറയുന്നത്. Consumers are now willing and able to buy more of the product at every single price point. അപ്പൊ ഇതെങ്ങനെയാണ് ഗ്രാഫിക്കലായിട്ട് റിപ്രസെന്റ് ചെയ്യാൻ നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എക്സ് ആക്സിസും വൈ ആക്സിസും, പ്രൈസ് വൈ ആക്സിസിൽ, എക്സ് ആക്സിസിൽ ക്വാണ്ടിറ്റി ഡിമാൻഡ്. ഇനി പ്രൈസ് പി ആയിരിക്കെ ക്യൂ, എല്ലാവരും അവകാശപ്പെടുന്നത് ക്യൂ എന്നുള്ളതാണ്. അപ്പോൾ പ്രൈസ് പി ആയിരിക്കെ ക്യൂ ആണ് ക്വാണ്ടിറ്റി ഡിമാൻഡ്. ഇനി വിലയിൽ ഒരു മാറ്റവും വരുന്നില്ല, പ്രൈസ് പി കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കെ, പക്ഷെ ഡിമാൻഡ് മാത്രം ക്യൂവിൽ നിന്ന് Q1 കൂടുന്നു. അപ്പോൾ നമ്മുടെ ഒറിജിനൽ ഡിമാൻഡ് കർവ് ബ്ലൂ ആയിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒറിജിനൽ ഡിമാൻഡ് കർവ് DD ആണ്, നമ്മൾ നോർമലി അവകാശപ്പെടുന്ന ക്വാണ്ടിറ്റി ഡിമാൻഡ്. ഇനി പ്രൈസ് പി ആയിട്ടിരിക്കെ കൂടുതൽ ക്വാണ്ടിറ്റി അവകാശപ്പെടുന്നത് ഗ്രീൻ ലൈനിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ഡിമാൻഡ് കർവ് മാറുകയാണ്, D1 എന്നുള്ള ഡിമാൻഡ് കർവായി മാറുകയാണ്. അപ്പോൾ നമ്മളുടെ ഒറിജിനൽ ഡിമാൻഡ് കർവ് DDയിൽ നിന്ന് പൂർണ്ണമായി റൈറ്റ് സൈഡിലോട്ട് മാറി പുതിയൊരു ഡിമാൻഡ് കർവ് വരികയാണ്. അതിനെ നമ്മൾ D1 എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ഇവിടെ ചേഞ്ച് വരുന്നത് എയിൽ നിന്നും വലത്തേക്ക് ബിയിലോട്ട് നമ്മളുടെ ഡിമാൻഡ് ചേഞ്ച് ചെയ്യാണ്. അപ്പൊ the curve movement, the original blue curve D moves completely to the right, forming the new green curve D1. Common causes for the rightward shift. അപ്പൊ എന്തുകൊണ്ടാണ് ഈ റൈറ്റ് വേർഡിലോട്ട് നമ്മളുടെ ഡിമാൻഡ് കർവ് ഷിഫ്റ്റ് ചെയ്യുന്നത്? അതിന്റെ ചില കോമൺ ആയിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ആൻ ഇൻക്രീസ് ഇൻ ദി കൺസ്യൂമേഴ്സ് ഇൻകം. നമ്മളുടെ കൺസ്യൂമറിന്റെ വരുമാനം കൂടുമ്പോൾ അവർ കൂടുതൽ സാധനം മേടിക്കില്ലേ, അതാണ് ഫസ്റ്റ് പോയിന്റ്. എ റൈസ് ഇൻ ദി പ്രൈസ് ഓഫ് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്. ഇപ്പൊ ചായയുടെ വില കൂടിയാൽ ആളുകൾ കാപ്പി കൂടുതൽ വാങ്ങാൻ തുടങ്ങും. അപ്പൊ കാപ്പിയുടെ വില മാറിയില്ലെങ്കിലും കാപ്പിയുടെ ഡിമാൻഡ് റൈറ്റ് വേർഡിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. അതാണ് രണ്ടാമത്തെ കാരണം. മൂന്നാമത്തത്, ദ ഐറ്റം ബിക്കം ട്രെൻഡി ഓർ ഗോസ് ഇൻ ടു സീസൺ. അതായത് ഒരു സാധനം പെട്ടെന്ന് വലിയൊരു ട്രെൻഡായി മാറുക, അല്ലെങ്കിൽ അതിന്റെ സീസൺ വരുന്ന ടൈമിൽ, ഇപ്പൊ അംബ്രലയൊക്കെ സീസൺ വരുന്ന ടൈമിൽ കൂടുതൽ നമ്മൾ മേടിക്കുമല്ലോ, അങ്ങനെ. അപ്പൊ അതാണ് തേർഡ് പോയിന്റ്. അപ്പൊ ഇതൊക്കെയാണ് കോമൺ ആയിട്ട് റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ഉണ്ടാവാൻ കാരണമാകുന്നത്. അടുത്തത് ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ് അല്ലെങ്കിൽ ഡിക്രീസ് ഇൻ ഡിമാൻഡ്. ഇനി രണ്ടാമത്തത് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഇവിടെയും വിലയിൽ യാതൊരു മാറ്റമില്ല, ആളുകൾ സാധനം മേടിക്കുന്നതിന്റെ അളവ് കുറക്കുന്നു. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പൊ കൺസ്യൂമേഴ്സ് ആർ നൗ വില്ലിംഗ് ആൻഡ് ഏബിൾ ടു ബൈ ലെസ് ഓഫ് ദി പ്രൊഡക്റ്റ് അറ്റ് എവറി സിംഗിൾ പോയിന്റ്. അപ്പൊ ഇവിടെ എങ്ങനെയാണ് ഗ്രാഫായിട്ട് വരക്കാൻ നോക്കാം. നമ്മൾ എക്സ് ആക്സിസും വൈ ആക്സിസും വരക്കുന്നു, പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡും മെൻഷൻ ചെയ്യുന്നു. ഇനി പ്രൈസ് പി ആയിരിക്കെ ക്വാണ്ടിറ്റി ഡിമാൻഡ് ക്യൂ ആയിട്ട് നിൽക്കുന്നു. ഇനി പ്രൈസ് പി ആയിരിക്കെ ആളുകൾ കുറച്ച് മാത്രം മേടിക്കുമ്പോൾ ക്വാണ്ടിറ്റി മാത്രം മാറുന്നു, ക്യൂവിൽ നിന്ന് Q1 ക്വാണ്ടിറ്റി ഡിമാൻഡ് മാറുന്നു. അപ്പൊ ഇവിടെ നമ്മളുടെ നോർമൽ ഡിമാൻഡ് കർവ് ബ്ലൂ ലൈന് DD ഡിമാൻഡ് കർവ്. അപ്പൊ ഇവിടെ നോമിനൽ ഡിമാൻഡ് കർവ് DDയും മറ്റേ ഷിഫ്റ്റ് വന്നിട്ടുള്ള ഡിമാൻഡ് കർവ് D2 ആയിട്ട് നമുക്ക് മെൻഷൻ ചെയ്യാം. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഒറിജിനൽ ഡിമാൻഡ് കർവ് Dയിൽ നിന്ന് പൂർണ്ണമായും ഇടത്ത് ഭാഗത്തേക്ക് പുതിയൊരു ഡിമാൻഡ് കർവ് D2 വരികയാണ്. ഇവിടെ കർവ് നീങ്ങുന്നത് പോയിന്റ് ബിയിൽ നിന്ന് എയിലോട്ട് ലെഫ്റ്റ് സൈഡിലോട്ടാണ് ഷിഫ്റ്റ് സംഭവിക്കുന്നത്.
അപ്പൊ ഇതാണ് ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ് എന്ന് പറയുന്നത്. കോമൺ കോസസ് ഫോർ ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ്. ഇങ്ങനെ ഡിമാൻഡ് കുറയാൻ എന്തൊക്കെയാണ് കാരണമാകുന്നത് എന്ന് നോക്കാം. എ ഡിക്രീസ് ഇൻ കൺസ്യൂമേഴ്സ് ഇൻകം. ആളുകളുടെ വരുമാനം കുറയുമ്പോൾ സാധനങ്ങൾ കുറച്ചു മാത്രം മേടിക്കുന്നത്. എ പ്രൊഡക്റ്റ് ഫാളിംഗ് ഔട്ട് ഓഫ് ഫാഷൻ ഓർ എ നെഗറ്റീവ് ഹെൽത്ത് റിപ്പോർട്ട് കമ്മിങ് ഔട്ട് അബൌട്ട് ഇറ്റ്. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഒരു സാധാരണ ട്രെൻഡി ആയിട്ടുള്ള ഒരു സാധനത്തിന്റെ ട്രെൻഡ് പോവാണ്, അല്ലെങ്കിൽ അതിനെ കുറിച്ചൊരു മോശം വാർത്ത വരികയാണ്. ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ ആ സാധനം മേടിക്കുന്നത് കുറക്കും. മൂന്നാമത്തത് എ റൈസ് ഇൻ ദി പ്രൈസ് ഓഫ് ദി കോംപ്ലിമെന്ററി ഗുഡ്. ഉദാഹരണത്തിന് പെട്രോളിന്റെ വില കുത്തനെ കൂടിയാൽ ആളുകൾ വണ്ടി വാങ്ങുന്നത് കുറയും. അപ്പൊ കാറിന്റെ പ്രൈസ് മാറിയിട്ടില്ലെങ്കിൽ പോലും ഈ പെട്രോളിന്റെ വില കാരണം കാറിന്റെ ഡിമാൻഡ് കുറയാണ്. അപ്പൊ നമുക്ക് ഈ കാറിന്റെ ഡിമാൻഡിൽ ഒരു ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ് വരുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പൊ ഇതാണ് കോമൺ കോസസ് ഫോർ ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഡിമാൻഡ് കർവിലെ മൂവ്മെന്റും ഷിഫ്റ്റും തമ്മിലുള്ള വ്യത്യാസം. രണ്ട് കാര്യങ്ങളും ഒരൊറ്റ ക്ലാസ്സിൽ നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ഇനി പരീക്ഷയ്ക്ക് ഇതിന്റെ ഗ്രാഫ് ഒക്കെ വരക്കാൻ ചോദിച്ചാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് വരക്കാൻ പറ്റില്ലേ? ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയും ഹെൽപ്ഫുൾ ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ ലൈക്ക് ചെയ്യുക, അതുപോലെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. ആൻഡ് ഡു സബ്സ്ക്രൈബ്. അടുത്തൊരു പ്രധാന ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്